പെസഹ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെ കട്ടപ്പനയിലെ കെ.എസ്.ഇ.ബി. ഓഫീസ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. വേണ്ട വിധത്തിലുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ കട്ടപ്പന സബ്സ്റ്റേഷൻ പരിധിയിലുള്ള വൈദ്യുതി വിച്ഛേദിച്ചതെന്നാണ് ആരോപണം. ഇതോടെ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലായത്. രാവിലെ 9 മണിയോടെയാണ് കട്ടപ്പന സബ്സ്റ്റേഷന്റെ കീഴിലെ വിവിധ മേഖലകളിൽ വൈദ്യുതി വിച്ഛേദിച്ചത്. ഉപഭോക്താക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് 8:45 വൈദ്യുതി തടസ്സപ്പെടുന്നതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ വന്നു. തുടർന്ന് നഗരത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി മുടങ്ങി. ഇതോടെ വിവിധ മേഖലകളിൽ നിന്ന് പ്രതിഷേധവും ശക്തമായി. കെ.എസ്.ഇ.ബി. ഉദ്യോഗസ്ഥരുടെ ഈ നിലപാടിനെതിരെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉപരോധം സംഘടിപ്പിച്ചത്. പെസഹ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ച കെ.എസ്.ഇ.ബിയുടെ നടപടി നിഷേധാത്മകമാണെന്ന് നേതാക്കൾ ആരോപിച്ചു. മതേതര സ്വഭാവത്തിൽ ജീവിക്കുന്ന കട്ടപ്പനയിലെയും ഹൈറേഞ്ചിലെയും കേരളത്തിലെ ജനങ്ങൾ വളരെ ആചാരപൂർവ്വം അനുഷ്ഠിക്കുന്ന ഒരു ദിവസമാണ് പെസഹ എന്ന് പറയുന്നത്. പെസഹ ഭക്ഷണം ഒരുക്കുക എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ ഭവനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ മഹനീയ ദിനത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് വളരെ നിഷേധാത്മകമായ ഒരു സമീപനം കട്ടപ്പനയിലെ കെ.എസ്.ഇ.ബി. ബോർഡ് കാണിച്ചിരിക്കുകയാണ്. സമരത്തിനിടെ നാട്ടുകാരും വിവരം തിരക്കാൻ കെ.എസ്.ഇ.ബി. ഓഫീസിലെത്തി. വീടുകളിലെ ആവശ്യങ്ങളടക്കം മുടങ്ങിയതായി ഇവർ പറഞ്ഞു. ഇന്ന് നല്ല പെസഹ ദിവസമാണ്. പെസഹ ആചരിക്കുന്ന ദിവസം എല്ലാവരും ക്രിസ്ത്യാനികളിലായിരിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിക്കുന്ന ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ കുടിവെള്ളം പോലും അടിക്കാൻ മാർഗ്ഗമില്ല. 8:45 ഒരു മെസ്സേജ് വിട്ടേക്കുക കറണ്ട് കട്ടാണെന്ന് പറഞ്ഞ് 5 മണിക്ക് ഓണാക്കുകയെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്നാ നിയമമാണ്? എവിടുത്തെ നിയമമാണ് അത്? ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കറണ്ട് കട്ട് വെക്കേണ്ടത്. പെസഹ ദിനത്തിൽ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനായി ക്രൈസ്തവ കുടുംബങ്ങൾ ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് വൈദ്യുതി മുടങ്ങിയത്. ഇതോടെ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടായത്. കൂടാതെ മില്ലുകളുടെ പ്രവർത്തനത്തെയും വൈദ്യുതി മുടക്കം പ്രതികൂലമായി ബാധിച്ചു. വിവിധ കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനവും അവതാളത്തിലായി. ഉപരോധ സമരത്തിനിടെ കെ.എസ്.ഇ.ബി. ജീവനക്കാരെയടക്കം പ്രവർത്തകർ തടഞ്ഞുവെച്ചു. ഇതോടെ കട്ടപ്പന പോലീസും സ്ഥലത്തെത്തി. അതേസമയം കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിൽ കട്ടപ്പന സബ്സ്റ്റേഷനിൽ ഉണ്ടായ തകരാറാണ് വൈദ്യുതി മുടക്കത്തിന് കാരണമായതെന്നാണ് അധികൃതരുടെ വിശദീകരണം.